നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പോളിംഗ് ശതമാനം 30 കടന്നിട്ടുണ്ട്. രാവിലെ പെയ്ത മഴ പോളിംഗ് ഒന്ന് അല്പം മന്ദഗതിയിലാക്കിയെങ്കിലും പിന്നീട് ഉച്ചയോടുകൂടി വോട്ടർമാർ ബൂത്തുകളിലേക്ക് കാര്യമായി തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളായ ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും മോഹൻ ജോർജും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അരുൺ, അമർനാഥ്, ഷിനോജ്, ഇംതിയാസ് തുടങ്ങിയവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് അരുണിലേക്ക് പോകാം. അരുൺ, സമയം ഇപ്പോൾ 1:07. ഇതുവരെയുള്ള പോളിംഗ് ശതമാനം മുന്നണികളിൽ സ്ഥാനാർത്ഥികളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നിട്ടുണ്ടോ അതോ ഇനിയും ഓടിയെത്താനുണ്ടോ? ദിവിഷ ആര്യ, വരും മണിക്കൂർ എന്തായാലും പ്രധാനപ്പെട്ടതാണ്. നിലവിലുള്ള ചിത്രം വെച്ച് കൃത്യമായി എങ്ങോട്ടേക്കാണ് പോളിംഗിൻ്റെ ഒരു ദിശ എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല. എങ്കിൽ പോലും കഴിഞ്ഞ തവണ പ്രിയങ്ക മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിലെ 61% കാര്യങ്ങൾ അതിന് മുകളിലേക്ക് എത്തുമെന്നൊരു കണക്കൂട്ടൽ നിലവിൽ മുന്നണികൾക്കുണ്ട്. രാവിലെയൊക്കെ നമ്മൾ നീണ്ട നിര കണ്ടിരുന്നു. ഇപ്പോഴും പല ബൂത്തുകളും നീണ്ട നിരയുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ രാവിലെ ഉണ്ടായിരുന്ന നിലമ്പൂർ നഗരസഭാ പരിധിയിലെ നിലമ്പൂർ ആഴ്ച വോട്ട് ചെയ്യാനെത്തിയ മുക്കട്ടയിലെ ബൂത്തിൽ തിരിച്ചെത്തുമ്പോൾ രാവിലെ കണ്ട ഒരു തിരക്ക് ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും വരും മണിക്കൂറിൽ കൂടുതൽ ആളുകളെ എത്തിക്കാനുള്ള മുന്നണികളുടെ ശ്രമം, പ്രവർത്തകരുടെ ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. നിലവിലെ പോളിംഗ് തൃപ്തികരമാണ് എന്നുള്ളതാണ് മുന്നണികളെല്ലാം തന്നെ പങ്കുവെക്കുന്നത്. ഇനിയും വരും മണിക്കൂറിൽ പോളിംഗ് ശതമാനം ഉയരും, അത് ശരാശരിയിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷ നിലവിൽ മുന്നണികൾക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ആളുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉമ്മ എന്താ വൈകിയോ അല്ലെങ്കിൽ കൃത്യസമയത്താണോ, ഇങ്ങനെയാണോ, ഈ സമയത്ത് തന്നെയാണോ വരാറ് വോട്ട് ചെയ്യാൻ? വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും ഒക്കെ വോട്ട് ചെയ്യാൻ പോയോ? രാവിലെയൊക്കെ ആളുകൾ വന്നോ? ഈ ക്യൂ കണ്ടിട്ട് തിരക്കൊണ്ട് വേണമെങ്കിൽ പോയി അല്ലേ? അപ്പോൾ ഈ ക്യൂ കണ്ടിട്ട് ഇപ്പം എന്താ തോന്നുന്നത്, ഇനിയും ആളുകൾ എത്തുമോ? കൂടുതൽ ആളുകൾ എത്തും. എന്തായാലും തെരഞ്ഞെടുപ്പ് എന്തായാലും അത്യാവശ്യമാണ്. ഇത്തവണ വോട്ട് ചെയ്യേണ്ടതും കൂടെ ഉണ്ടല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷയൊക്കെ വോട്ടർമാരെല്ലാം തന്നെ പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടു ഇനി കൂടുതൽ ആളുകൾ എത്തും എന്നാണ് പോളിംഗ് ബൂത്തിൽ ഇപ്പോൾ മുന്നണികളിൽ പ്രവർത്തകരുടെയൊക്കെ ഒരു പ്രതീക്ഷ അങ്ങനെ തന്നെയാണ്. ഇനിയും കൂടുതൽ ആൾ എത്താനാ സാധ്യത അല്ലേ? അതെ, നിലവിൽ ഒരു തിരക്ക് കുറവുണ്ടോ? തിരക്ക് കുറവാ, പക്ഷെ ഇനിയും കൂടുതൽ ആളുകൾ എത്തുമായിരിക്കും. അല്ലെങ്കിൽ കുറഞ്ഞു പോവോ? പോളിംഗ് കുറയോ? ഇല്ല, ഉച്ച ഈ സമയത്തുകൊണ്ടാണ് വൈകുന്നേരത്തോടു കൂടി പോളിംഗ് കൂടും. എന്തായാലും ആ ഒരു 61% മാർക്കിലേക്ക് മുകളിലേക്ക് 70 അരികിലേക്കൊക്കെ ആയി എത്തിയാൽ തന്നെ പോളിംഗ് തൃപ്തികരമായിരിക്കും എന്നുള്ളതാണ് മുന്നണികളുടെ വിലയിരുത്തൽ. ഇനി എങ്ങനെയാണെന്ന് വരും മണിക്കൂറിലേത് കൂടി കൃത്യമായ ഒരു അന്തിമ ചിത്രം ഉണ്ടാകും എന്നുള്ളതാണ് നിലമ്പൂരിൽ നിന്ന് എന്തായാലും നമുക്ക് മനസ്സിലാക്കുന്നത്. മുന്നണികളെല്ലാം തന്നെ രാവിലെ ഉൾപ്പെടെ രാഷ്ട്രീയ പോര് നടക്കുന്നുണ്ട്. അത്ര